അപ്പോൾ വിശുദ്ധന്മാരാകുന്ന ആളുകളോടുള്ള ബന്ധം സ്ഥാപിക്കുക. അത് അവരുടെ ഹയാത്ത് കാലഘട്ടത്തിലും അവരുടെ മരണത്തിന് ശേഷമൊക്കെ അത് സ്ഥാപിക്കപ്പെടണം. അത് ആ നിലക്ക് സ്ഥാപിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ ഉയർച്ച ഉണ്ടാക്കി തീർക്കാൻ നമുക്ക് സാധിക്കും. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നമ്മുടെ നാടുകളിലുള്ള നല്ല ലോകത്തൊക്കെ സുന്നി ആദർശം അതുള്ള രാജ്യങ്ങളിലൊക്കെ ഉറൂസുകൾ നടത്തപ്പെടാറുണ്ട്. ആ ഉറൂസുകളിലൊക്കെ ജനങ്ങൾ സംബന്ധിക്കാനുള്ള കാരണം അതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മീയമാവുന്ന ഉയർച്ചയാണ് നമുക്കൊക്കെ ലക്ഷ്യം. ആ ആത്മീയമായ ഉയർച്ച നമ്മൾ ഉണ്ടാക്കി തീർക്കണമെങ്കിൽ ഇതുപോലുള്ള വേദികൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അത് നല്ല നീയത്തോടു കൂടി ഉപയോഗപ്പെടുത്തണം, ഇഖ്ലാസോടുകൂടി ഉപയോഗപ്പെടുത്തണം. ഭൗതികമായ വല്ല താല്പര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടെ ഇതുപോലുള്ള സദസ്സുകൾ പങ്കെടുത്താൽ ആ താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടും, ആ താല്പര്യങ്ങൾ ലഭിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇതൊരു മഹത്താവുന്ന ഒരു സദസ്സാണ്, പുണ്യമായ ഒരു സദസ്സാണ്, മഹാന്മാരൊക്കെ സംബന്ധിക്കുന്ന ഒരു സദസ്സാണ്. അവരോട് കൂടെ സഹവസിച്ചുകൊണ്ട് നമുക്ക് ആത്മീയമായ ഉയർച്ചയ്ക്ക് ആവശ്യമാവുന്ന എല്ലാ വിധ ഉത്തേജനം അവരിൽ നിന്ന് ലഭിക്കപ്പെടും. അതിനാണ് ഇതുപോലുള്ള സദസ്സുകളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അള്ളാഹുവിൻ്റെ മഹാന്മാരാവുന്ന ഔലിയാ അവരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ പ്രഖ്യാപിച്ചത് അവർ അള്ളാഹുവിൻ്റെ സാലിഹ്യങ്ങളാവുന്ന ഇബാദുകളായി. അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ സർവ്വ കൽപ്പനകൾക്കും വഴിപ്പെട്ടു. അള്ളാഹു ശറഇലെ അദബുകളായി പ്രഖ്യാപിച്ച ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ വഴിപ്പെട്ട് അതൊക്കെ ജീവിതത്തിൽ പകർത്തി അള്ളാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ച സംഗതികൾ എന്നൊക്കെ ഒഴിഞ്ഞെന്ന്. അതാണ് ഇസ്തിഖാമത്ത്. അൽ ഇസ്തിഖാമത്തു ദറജത്തുൽ യുതീഖഹാ ഇലൽ അകാബിർ. അതൊരു പ്രത്യേക ഒരു പദവിയാണ് ഇസ്തിഖാമത്ത് എന്നുള്ളത്. അത് അള്ളാഹുവിൻ്റെ മഹത്തുക്കളാവുന്ന ആളുകൾക്ക് മാത്രമേ അതിനെ സാധിപ്പിച്ചെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച സംഗതികൾ ചെയ്യാം, നിരോധിച്ചതിന് തൊട്ട് ഒഴിഞ്ഞേക്കാം. വാജിബാവട്ടെ, സുന്നത്താവട്ടെ, ആദാബുകളാവട്ടെ, കറാഹത്താവട്ടെ, ഹറാമാവട്ടെ, ഖിലാഫുൽ ഔലിയാവട്ടെ, ഈ നിലക്ക് സർവ്വസമയത്തും അള്ളാഹുവിന്റെ തിരുഹദറത്തിലാണെന്നുള്ള ബോധത്തോടു കൂടി ജീവിക്കാൻ കഴിയണം. അത് ചിലപ്പോൾ സാധാരണ മനുഷ്യന്മാർക്ക് അത് പ്രയാസമായിരിക്കും. എന്നാലും അധിക സമയവും ആ ഒരു ചിന്തയിലായിക്കൊണ്ട് അള്ളാഹുവിന്റെ തിരുഹദറത്തിലാണ് നമ്മൾ. അതാണ് ഇഹ്സാൻ, അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു വഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാണുന്നുണ്ടെന്നുള്ള ഭാവത്തോടു കൂടി സർവ്വസമയത്തും ജീവിക്കും. അങ്ങനെ ജീവിക്കുമ്പോൾ ഈ പറഞ്ഞ സ്വഭാവത്തിൽ ജീവിക്കാൻ എല്ലാവർക്കും സാധിച്ചെന്ന് വരാം. അതിന് പ്രത്യേകമാവുന്ന തൗഫീഖും സുഹബത്തൊക്കെ ഉണ്ടായി തീർന്നാൽ ആ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ അവാമിറുകൾക്കും നവാഹികൾക്കൊക്കെ വഴിപ്പെട്ട് ജീവിച്ച വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട തിരുമഞ്ചി മുഹമ്മദ് മുസ്ലിയാർ. മഹാനാവുന്ന ശൈഖു ത്വായിഫത്ത് ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞതുപോലെ ജഅലല്ലാഹു ഹാദിഹി ത്വായിഫത സഫവത ഖൽഖീന. ഈ ഭാഗത്തിന് അള്ളാഹുവിന്റെ ഔലിയാ, അള്ളാഹുവിന്റെ ഉഖറവിയാവുന്ന ഉലമാ, ഈ വിഭാഗത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നിശ്ചയിച്ചു സഫവത ഖൽഖീന. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ നിന്ന് ഏറ്റവും അധികം തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളായിക്കൊണ്ട് അള്ളാഹു അവരെ നിശ്ചയിച്ചു. ബഅദ അംബിയാഇഹി വ റസൂലിഹി. അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ, അള്ളാഹുവിന്റെ മുസ്ലിങ്ങൾ കഴിഞ്ഞാൽ അങ്ങനെയുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു സ്വഭാവമുണ്ട്. അമ്പിയാക്കന്മാർക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠവാനാവുന്ന ആൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെന്ന് വിശ്വസിക്കണം. ഇത് വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ്. പിന്നെ സുമ്മ ഉമർ, പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു ആണ്, സുമ്മ ഉസ്മാൻ, സുമ്മ അലി. അങ്ങനെയാണ് അതിനൊരു തർത്തീബുണ്ട്. ഈ തർത്തീബ് പ്രകാരമാണ് നമ്മൾ വിശ്വസിക്കണം. അല്ലാതെ ഷിയാക്കൾ വിശ്വസിച്ചതുപോലെ അലി റളിയല്ലാഹു തആല അൻഹുവിനെക്കാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഫضل എന്ന് വിശ്വസിക്കാൻ പാടുള്ളതല്ല. അലി റളിയല്ലാഹു തആല അൻഹു വലിയ ഫضലുള്ള ആൾ തന്നെയാണ്, യാതൊരു സംശയമില്ല. ഒരുപാട് ഫضലുകൾ അലി റളിയല്ലാഹു തആല അൻഹുവിനുണ്ട്. അന്നേക്കുള്ളതായ പ്രശംസകളൊക്കെ അലി റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റി റസൂൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വിശ്വാസം എങ്ങനെ ആവണം? അഫ്ദലുൽ ഖൽഖ് ബഅദൽ അംബിയാ അബൂബക്കറാണ്. ഇതാണ് സ്വഹാബത്ത് പറഞ്ഞത്, കുന്നാ നുഫദ്ദിലു ബഅദനാ അലാ ബഅദ്. ഞങ്ങൾ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ചില വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. ആ വിശ്വാസം എന്ന് പറഞ്ഞാൽ കുന്നാ നുഫദ്ദിലു ബഅദനാ അലാ ബഅദ്, ഞങ്ങളിൽ നിന്നുള്ള ചിലർക്ക് മറ്റു ചിലരേക്കാൾ ഫضലുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഫനുഫദ്ദിലു അബൂബക്കറിൻ അലാ ഉമറ. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഫضലുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിച്ചു. അലാ ഉമറ, ഉമർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ. ഉമർ അലാ ഉസ്മാൻ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഫضൽ ഉമർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ വിശ്വസിച്ചു. അപ്പൊ അത് സഹാബത്തിന്റെ വിശ്വാസമാണ്. അതാണ് അഖീദത്തിൻ സാബിത്തത്തിൻ എന്ന് മഹാന്മാർ രേഖപ്പെടുത്താനുള്ള കാരണം. സഹാബത്തിന്റെ കാലഘട്ടത്തിൽ സ്ഥിരപ്പെട്ട വിശ്വാസമാവണം, ആ അഖീദയാവണം നമുക്ക് ഉണ്ടാവേണ്ടത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ മഹാന്മാരാവുന്ന അംബിയാ, അള്ളാഹുവിന്റെ മുർസലീങ്ങൾക്ക് ശേഷം ഈ ലോകത്ത് അള്ളാഹു ഏറ്റവും ശ്രേഷ്ഠവന്മാരായിക്കൊണ്ട് നിശ്ചയിച്ചത് മഹാന്മാരാവുന്ന അള്ളാഹുവിന്റെ ഔലിയാവിനെയാണ്, അതായത് ഉഖറവിയാവുന്ന ഉലമാവിനെയാണ് എന്നുള്ള അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹ്ശറിലെ അളീം എന്ന് വിളിക്കപ്പെടുന്ന ഒരു വിഭാഗക്കാരൻ, അത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരാണ്, ഉഖറവിയാവുന്ന പണ്ഡിതന്മാരാണ്. അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ജഅലഹും വദീലൻ ലിഅംബിയാഇഹി വ റസൂലിഹി. അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ, അള്ളാഹുവിന്റെ മുർസലീങ്ങൾക്ക് പകരമായി കൊണ്ട് അള്ളാഹു ഇവിടെ നിശ്ചയിച്ചവരാണ്. ഇതാണ് ശൈഖു ത്വായിഫത്ത് ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞത്. ജഅലഹുല്ലാഹു സഫവത ഖൽഖിഹി ബഅദ അംബിയാഇഹി വ റസൂലിഹി ഫഹും ഗിയാസുൽ ഖൽഖിന. പിന്നീട് ബഹുമാനപ്പെട്ടവർ അവരെ പറ്റി വിശേഷിപ്പിക്കുന്നു.
അവർ സൃഷ്ടികളെ സഹായിക്കേണ്ടവരാണ്. സൃഷ്ടികൾക്ക് ആവശ്യമാവുന്ന സഹായങ്ങൾ അവരുടെ ജീവിത കാലഘട്ടത്തിലും അവരുടെ മരണത്തിന് ശേഷമൊക്കെ ആ സഹായം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ സൃഷ്ടികളെ സഹായിക്കുന്നവരാണ്. സൃഷ്ടികൾക്കുള്ള എല്ലാ കാര്യങ്ങളിലും പ്രത്യേകമായും കൊണ്ട് അതിന്റെ പരിഹാരവുമായി കൊണ്ടിട്ട് അവർ ലോകത്ത് മുഴുവൻ സഞ്ചരിക്കുന്നവരുമാണ്. ഫനബിയുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസീറു ഐതു യശാഉ ഫീ അഖ്താരിൽ അർദ് വയതസറഫ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. വയതസറഫു ലോകത്തുള്ളതായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെടേണ്ട കാര്യങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണത്തിന് ശേഷവും അത് തസറഫ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ആവശ്യമുള്ള കാര്യങ്ങളിൽ നിയോഗിക്കപ്പെട്ടതായ കാര്യങ്ങളിൽ ക്രിയവിക്രയം ചെയ്യാം, ലോകത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കാം. ഇതാണ് മഹത്തുക്കളാവുന്ന അല്ലാഹുവിന്റെ ഔലിയാ. അവർക്കുള്ള ആത്മാക്കൾ അത്ര വിശുദ്ധമായ ആത്മാക്കളാണ്. ആത്മാക്കളുടെ ആ ലോകത്ത് പ്രത്യേകമാവുന്ന പല അത്ഭുതങ്ങളും അവർക്ക് സംഭവിപ്പിക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർ, അല്ലാഹുവിന്റെ മുർസലീങ്ങൾക്ക് ശേഷം അല്ലാഹു ഏറ്റവും അധികം ശ്രേഷ്ഠന്മാരായി കൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് അല്ലാഹുവിന്റെ ഔലിയാ. ആ കൂട്ടത്തിൽ മറ്റു ചിലരെക്കാൾ ഉന്നതരായിരിക്കും, മറ്റു ചിലരെക്കാൾ ഉന്നതരായിരിക്കും. അങ്ങനെ പല ആളുകളുണ്ട്. അബൂബക്കർ റളിയല്ലാഹു തആല ഏറ്റവും വലിയ ശ്രേഷ്ഠവാനാണെന്ന് വിശ്വസിക്കണം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ വലിയ ഒരാൾ അമ്പിയാക്കന്മാർക്ക് ശേഷം പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു ആണ്, പിന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളാണ്, പിന്നെ അലി റളിയല്ലാഹു തആല അൻഹു ആണ്. അങ്ങനെ അത് മനസ്സിലാക്കേണ്ടതായ ഒരു തൃപ്തി പ്രകാരമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവർക്കൊക്കെ ഇവരുടെ ഹയാത്ത് കാലത്ത് പല കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് മനുഷ്യർക്ക് ആവശ്യമാവുന്ന സഹായങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കും. അത് അവരുടെ മരണശേഷം അവർ ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു വിശ്വാസമാണ് നമുക്കുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മഹാന്മാരോട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതുപോലുള്ള ഉറൂസുകളും മറ്റൊക്കെ നടക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മളൊക്കെ പങ്കെടുത്തുകൊണ്ട് അവരെ ജീവിതം മനസ്സിലാക്കുക, എങ്ങനെയാണ് അവർ ഇവരുടെ ജീവിച്ചത്, ആ ജീവിതങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പകർത്തുക. അങ്ങനെ നന്മ പകർത്തിക്കൊണ്ട് അവരുണ്ടാക്കി തീർത്തതായ ആ സ്വഭാവ ഗുണങ്ങൾ നമ്മളിലേക്കും പകർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അന്നേക്ക് അവരെ കൂടെ അങ്ങനെ പകർത്തുമ്പോൾ അവരോടുള്ള സുഹബത്ത് നമുക്ക് ലഭിക്കപ്പെടുള്ളൂ. ആ സുഹബത്ത് ലഭിക്കപ്പെട്ടാൽ അവരും കൂടെ കൂടിക്കൊണ്ട് സുഖത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും. അതാണല്ലോ റസൂൽ പറഞ്ഞത്, അന്ത മുഹമ്മദ് ഹബബത്താന്ന് പറഞ്ഞല്ലോ. നീ ആരെ സുഹൃത്തായി സ്വീകരിച്ചോ, ആരെയാണ് നിന്റെ സഹവാസം നീ ഉണ്ടാക്കിയിട്ടുള്ളത്, ആരുടെ ചര്യയാണ് നിന്റെ ജീവിതത്തിൽ നീ പകർത്തുന്നത്, അവന്റെ കൂടെയാണ് ഇനി ഉണ്ടാവുക. അപ്പൊ നീ നിന്റെ ചര്യകൾ നിന്റെ സ്വഭാവ ഗുണങ്ങളും നിന്റെ ജീവിത രീതിയൊക്കെ നന്നാക്കാൻ വേണ്ടി നീ സ്നേഹിക്കുന്നതായ ഉയർന്നതായ വ്യക്തികൾ ആരാണോ ആ ഉയർന്ന വ്യക്തികളോട് കൂടിയുള്ളതായ ബന്ധം നീ സ്ഥാപിക്കണം. അന്നേക്ക് മഹാന്മാരുള്ളതായ ബന്ധങ്ങളൊക്കെ സ്ഥാപിച്ചു കൊണ്ടിട്ട് ജീവിതത്തിൽ ആത്മീയമാവുന്ന ഉയർച്ച ഉണ്ടാക്കി തീർക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലുള്ള ഉറൂസുകളൊക്കെ അല്ലാഹു ഉപകരിക്കട്ടെ. അവരുടെ മരണശേഷവും അവർ ക്രിയവിക്രയം ചെയ്യുന്നുള്ളതിന്റെ ഒരു അടയാളമാണ്. അവരോട് ബന്ധപ്പെട്ടതായ ഹദിയകളും സദഖകളൊക്കെ വരുമ്പോൾ അത് കാരണമായിട്ട് ഇവിടെ ദീനീ സ്ഥാപനങ്ങൾ നടക്കണം, മറ്റുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ കബൂൽ ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ ഖത്മ് ഓതിയിട്ടുണ്ട്. ആ ഖത്മുകളൊക്കെ ബഹുമാനപ്പെട്ടവരുടെ ഹദ്റത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ആ ഖത്മുകളൊക്കെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആ ഖത്മുകൾക്കുള്ളതായ അതിന്റെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട്, ബഹുമാനപ്പെട്ടവരുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട്, അവരുടെ മശായിഖന്മാർക്കുള്ള ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട്, നമ്മളെ എല്ലാ മശായിഖന്മാരുടെയും ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട്, ഈ ഖത്മ ഓതിയവർക്കും ഇവിടെ ദുആ കൊണ്ട് ആവശ്യപ്പെട്ടതായ ആളുകൾക്കും ഇതിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും എല്ലാവർക്കും എല്ലാ നിലക്കുള്ള ധൈര്യവും ബർക്കത്തിനെയും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഈമാനിനെ അല്ലാഹു സലാമത്തിലാക്കി തരട്ടെ. ഹഖ്റത്തൊക്കെ നന്നാക്കി തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് അവർക്കും നമുക്കൊക്കെ അല്ലാഹു നൽകട്ടെ. എല്ലാവിധ ശർറുകളിൽ നിന്ന് അവരെയും നമ്മളെയൊക്കെ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ.